അപ്പം ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റു. അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. റോഡിൽ കൂടെ വാഹനങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എവിടെയോ അയ്യപ്പൻ വിളക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പാട്ടും കേൾക്കുന്നുണ്ട്. അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ആരംഭിക്കാം. അപ്പോൾ ഞങ്ങളിന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു രാവിലെ. അപ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ട് കാണാം കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ. അവളും മാധുക്കുട്ടനും കൂടിയിട്ട് ഫ്രണ്ട് നടക്കുകയാണ്. ഞങ്ങളുടെ അടുത്താണ് ഈ അമ്പലമുള്ളത്. ഗോവിന്ദപുരം അമ്പലം എന്നാണ് പേര്. അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. കുടുംബസമേതം അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. പ്രസവം കഴിഞ്ഞ് പുറത്ത് പോകണം. ഇപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. അപ്പം അമ്പലത്തിൽ പോയി വന്ന് ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. അതേ ഡ്രസ്സ്, ഇട്ട ഡ്രസ്സ് തന്നെ ഇല്ല. മാറ്റാൻ സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ചായ കുടിച്ചിട്ട് ഡ്രസ്സ് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പാൽപ്പൊടിയിലാണ് ചായ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞല്ലോ അന്ന്. അപ്പോൾ ഞാൻ പാൽപ്പൊടി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി വന്നപ്പോൾ പാൽപ്പൊടി മേടിച്ചിട്ട് വന്നതാണ്. ഗ്യാസ് ഇന്ന് കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഗ്യാസ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇന്ന് കഴിയും തോന്നുന്നുണ്ട്. എന്ത് ചെയ്യുന്നുള്ള ഇതിലാണ്, ആലോചനയിലാണ് ഞങ്ങൾ. ഞങ്ങളുടെ ചായ റെഡിയായി. ചായ കുടിച്ചുകൊണ്ട് ദോശ ഉണ്ടാക്കാം. ഈ ദോശക്കല്ല് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഓൺലൈനിലല്ല, കടയിൽ നിന്ന് മേടിച്ചാണ്. കുറേ വർഷമായി ഇത് മേടിച്ചിട്ട്. നല്ല ദോശക്കല്ലാണ്, നല്ല പൊരിഞ്ഞ് വരും ദോശയൊക്കെ. കല്ല് ചൂടായിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കുക. പ്ലേറ്റ് എടുത്തിട്ട് വരും. പ്ലേറ്റ് കണ്ടോ, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലും മൊരിയും, പക്ഷെ ഏറ്റവും നല്ല ഇത്ര മരിഞ്ഞു.
ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് കേട്ടോ അത്. ഒരു ഉള്ളി ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരു സവാള എടുക്കുന്നുള്ളൂ. പെട്ടെന്ന് വഴറ്റിയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, പെട്ടെന്ന് ഒരു പച്ച ചമ്മന്തി അരയ്ക്കാനായിട്ടാണ്. കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുക, അതിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഇനി കുറച്ച് വെള്ളം ചേർക്കണം. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കുക. നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക. അപ്പോൾ ചമ്മന്തി സെറ്റായി. ഇപ്പോൾ രാവിലത്തെ ഭക്ഷണമാണിത്. ദോശ, ചമ്മന്തി. ഏട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോശ, ചമ്മന്തി, ചായ. അപ്പോൾ ഇനി ഞാനും കഴിക്കട്ടെ. കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഓട്സ് ഉണ്ട്, തേങ്ങയുണ്ട്, പിന്നെ സാമ്പാർ കഷ്ണമാണ്. നമുക്ക് എന്തൊക്കെയാണ് അപ്പം ഇന്ന് സാമ്പാറാക്കാം അല്ലേ ഏട്ടാ? ഓക്കെ. സാമ്പാർ കഷ്ണങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് അരിഞ്ഞ് പാത്രത്തിലേക്ക് ആക്കാം അല്ലേ? ഉന്നക്കായ കിട്ടിയില്ലേ ഏട്ടാ? കടയിലുണ്ടായിരുന്നില്ല. തേങ്ങയ്ക്ക് ഇപ്പോൾ വില കൂടിയിട്ടുണ്ടെന്നൊക്കെ കേട്ടു അല്ലേ? തേങ്ങയ്ക്ക് നല്ല വില കൂടിയിട്ടുണ്ട് അല്ലേ? തേങ്ങയൊക്കെ ഇപ്പോൾ ഈ മില്ലിൻ്റെ ആൾക്കാർ എടുത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ അപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറിവേപ്പിൻ്റെ തൈ നമ്മൾ എത്ര നട്ടാലും ഇവിടെ നഷ്ടമാണ് അല്ലേ? കറിവേപ്പിൻ്റെ എത്ര നമ്മൾ നട്ടാലും പിടിക്കണേ ഇല്ല. എത്ര വർഷമായി നമ്മൾ നടണു, അതൊന്നും പിടിച്ചിട്ടേ ഇല്ല. ചില മണ്ണില് പിടിക്കുള്ളൂ, ഒരു ഭാഗ്യമാണ്. ചിലർക്ക് തീരെ ഉണ്ടാവില്ല. ഇവിടെ കിണറ്റിൻ്റെ അവിടെ ഏട്ടൻ നട്ടിട്ടുണ്ടല്ലേ? നട്ടിട്ടുണ്ട്, പിടിച്ചു കിട്ടിയ ഭാഗ്യം. അത് ചിക്കൻ്റെ വെള്ളവും മീനിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ നന്നായി ഉണ്ടാവും അത്രേ. ട്രൈ ചെയ്ത് നോക്കാം. മൂട്ടിട്ടില്ല, അപ്പോൾ ഉള്ളിലത്തെ കളയേണ്ട ആവശ്യമില്ല. കുരു ആയിട്ടില്ല. ചൊരക്കേ ഞങ്ങളുടെ നാട്ടിൽ ഇത് ചൊരക്കാന്ന് പറയും, ചില നാട്ടിൽ ചരങ്ങാന്ന് പറയാം. എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. വറുത്തരയ്ക്കണില്ല. നമ്മുടെ നാട്ടിൽ വറുത്തരച്ചിട്ട് ഉണ്ടാക്കുക. ചിലവിടെ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട്, പൊടികൾ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുക. കുമ്പളങ്ങി ഇളവനായിട്ടേ ഉള്ളൂ, കുരുവില്ല, ഇളവനാണ്. നല്ലത് കിട്ടിയിട്ടുണ്ട്.
ഈ നാട്ടിൽ പച്ചക്കറി ഉപയോഗിക്കുന്ന ആൾക്കാരെ എണ്ണം കുറവാന്ന് തോന്നുന്നുണ്ട്. മീനാണ് കൂടുതൽ. അതായത് മീനാണ് എപ്പോഴും മീൻ പോകാറുണ്ട് രീതിയിൽ 1 മണി വരെ പോകും. മത്തങ്ങ ഒരു കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ല മധുരം ഉണ്ടാവും. സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. മത്തങ്ങ ഇടും ഒരു കഷ്ണം സാമ്പാറിൽ എല്ലാവരും. നല്ല കോമ്പിനേഷനാണ്. അതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. മത്തങ്ങയുടെ തൊലി കളഞ്ഞിട്ടല്ല നമ്മൾ ഇടുക. വേഗം വേവും മത്തങ്ങയും. അപ്പോൾ തൊലി കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇട്ടാൽ മതി. ഉരുളക്കിഴങ്ങ് ഏട്ടാ ചില നാട്ടിലേക്ക് തൊലി കളയില്ല. തൊലി കളയാതെയാണ് അങ്ങനെ ഇടും കഴുകിയിട്ട്. നോർത്ത് ഇന്ത്യയിലേക്കൊന്നും അവർ തൊലി കളയില്ല. തൊലി കളഞ്ഞാൽ വൈറ്റമിൻസ് നഷ്ടപ്പെടും പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിലൊന്നും തൊലി കളയാതെയാണ് അങ്ങനത്തോടുകൂടി ഇടുക. പണി കൂടി എളുപ്പമാണല്ലോ അല്ലേ? പണി എളുപ്പത്തിനല്ല, അവരങ്ങനെ നോർത്ത് ഇന്ത്യയിൽ തൊലി കളയില്ല. ചിലർ തക്കാളി ലാസ്റ്റ് ഇടുള്ളൂ. കഷ്ണം എന്തിലെങ്കിലും വെച്ചിട്ട്, തക്കാളിക്ക് ഒരു പുളിരസല്ലേ, അപ്പൊ കഷ്ണം എന്തിലെങ്കിലും വെച്ചിട്ട് ലാസ്റ്റ് ഇടുള്ളൂ. വെണ്ടയ്ക്ക് നമ്മൾ ഒപ്പം ചേർക്കണ്ട. നമ്മൾ ലാസ്റ്റ് ചൂടാക്കിയിട്ട് അതിലേക്ക് ചേർക്കുക ചെയ്യുക കഷ്ണത്തിൻ്റെ ഒപ്പം. അപ്പോൾ വെണ്ടയ്ക്ക് അവസാനം ചേർക്കുക ചൂടാക്കിയിട്ട്, എണ്ണയിൽ വഴറ്റിയിട്ട് ചൂടാക്കിയിട്ടേ. അപ്പോൾ ഈ അടുപ്പിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചെറിയ പണിയുണ്ട് ഇവിടെ. കഷ്ണങ്ങളൊക്കെ നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുക്കാം, നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നിട്ടുണ്ട്. സൈഡിൽ അരി തിളയ്ക്കുന്നുണ്ട്. അരി ഒപ്പം തന്നെ ഇട്ടു. പരിപ്പൊക്കെ വേവിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കഷ്ണം ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് കഷ്ണം ഇടുകയാണ്. കഷ്ണം ഒരു വിസിലടിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന്. കഷ്ണം വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതിയാവും. കുക്കറിൽ പെട്ടെന്ന് വേവുമല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് സ്റ്റവിൽ വയ്ക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അരിയുടെ വെള്ളം വറ്റി തുടങ്ങി. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇളക്കി കൊടുത്തതാണ്. ഇനി നമുക്ക് പൊടികളൊക്കെ ചൂടാക്കിയിട്ട് ഇതിലേക്ക് എടുക്കുക. സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ പൊടികൾ കരിയും. അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് പൊടികൾ ചൂടാക്കി എടുക്കുക. പച്ചമണം മാറ്റിയെടുക്കണം. ഞാൻ ഇതിലേക്ക് ഇട്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി,
ഒക്കെ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത് കേട്ടോ. പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിൽ പുളി പിഴിഞ്ഞൊഴിക്കാൻ മറന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പുളി ഒഴിക്കേണ്ടതുണ്ട്. കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. പുളി ഞാൻ ഇപ്പോൾ പിഴിഞ്ഞൊഴിച്ചതുകൊണ്ടാണ് ചൂടാക്കി രണ്ടാമത് ഒന്നുകൂടി ചൂടാക്കാൻ പോകണം. ഒന്നുകൂടി ചൂടാക്കി എടുക്കാം. അധികമൊന്നും ചൂടാവണ്ട, കുറച്ച് ചൂടായാൽ മതി. നേരത്തെ തിളച്ചതാണല്ലോ അത്. അപ്പോൾ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റത്. നമുക്ക് വറുത്തിടണം. വറുത്തിടാൻ പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഇനി ഇതെടുത്ത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കുറുകിയ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക എണ്ണയിൽ വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. ചെറിയ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. വേവിക്കല്ല, ചൂടാക്കി എടുക്കണം. അപ്പോൾ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ ചോറ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് വാർക്കാനായിട്ട് നോക്കാം. വെണ്ടയ്ക്ക വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സാമ്പാർ റെഡിയായി. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഊണ് നല്ല ചൂട് ചോറ്, ചീരത്തോരൻ, നല്ല പയറ് മെഴുക്ക് വരട്ടി, അച്ചാറ്, മാങ്ങ അച്ചാറ്, കൊണ്ടാട്ടം, മോരുകറി ഉണ്ട്, സാമ്പാർ, ഇത്രയാണ് കേട്ടോ ഞങ്ങളുടെ ഉച്ചയ്ക്ക് എടുത്ത ഊണ്. ഇന്നത്തെ ഒരു മീൻ വറുത്തത് കൂടിയുണ്ട്, അതെടുക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഊണ്. ഞങ്ങൾ ഇനി എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഊണ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയതും ചീരത്തോരൻ ഉണ്ടാക്കിയതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല.
അത് ലെങ്തി വീഡിയോ ആയി പോകുമെന്നുള്ളതിനാൽ ഞാൻ കാണിച്ചില്ല, എടുക്കുമ്പോൾ എടുത്തിട്ടില്ല കേട്ടോ. രാത്രി ഇവിടെ ഏട്ടന് ഓട്സാണ്, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഓട്സ് വാങ്ങിച്ചത്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പാലിലല്ല ഉണ്ടാക്കുന്നത്, ഓട്സ് വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഷുഗർ കണ്ടൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഉണ്ടാക്കുന്നത്, പാലിലുണ്ടാക്കാത്തത് കേട്ടോ. ഇത് മില്ലറ്റ് കൂടിയിട്ടുള്ള ഓട്സാണ്. മില്ലറ്റ് ഇപ്പോൾ നല്ലതാണല്ലോ ഷുഗറിനുള്ളത്. അപ്പോൾ മില്ലറ്റ് കൂടിയിട്ടുള്ളതാണ്. കൺട്രോളിലാണ്, ബോർഡർ ലെവലിലാണ്, അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ മില്ലറ്റ് കൂടിയുള്ളതാണ് ഇത് ഓട്സ്. ഒന്ന് തിളക്കിയേ വേണ്ടുള്ളൂ, ഇവിടെ അധികം വേവണ്ട, കുറുകണത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും എടുക്കും. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ചേട്ടൻ ഓട്സ് കഴിക്കാൻ പോവാണ്. ഓട്സ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് പുട്ടുണ്ടാക്കി കഴിക്കുന്നതാണ്, ഷുഗർ കുറയാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പുട്ടുണ്ടാക്കാറ്, ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയത് കാരണമാണ് ഓട്സ് ഇങ്ങനെ ഈ രീതിയിൽ തിളപ്പിച്ചുണ്ടാക്കിയത്. ഉച്ചക്കലത്തെ പയർ ഉപ്പേരിയാണ്, പയർ മെഴുക്ക് വരട്ടി ചൂടാക്കിയിട്ട് നല്ല ചീരത്തോരനുണ്ട്. മാങ്ങ അച്ചാറ്, കയ്പയ്ക്ക കൊണ്ടാട്ടം, പിന്നെ മോരുകറി ഉണ്ട്. കറി ഏട്ടന് നിർബന്ധമില്ല ഓട്സിന്, എന്നാലും ഞാൻ വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഏട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനൊപ്പം കൂടെ കഴിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഡയറ്റിംഗ് ആയ കാരണം ഞാൻ ഇരിക്കുന്നില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. ഇതൊക്കെയാണ് കേട്ടോ, പയറുതോരൻ, ചീരത്തോരൻ, കൊണ്ടാട്ടം, അച്ചാറ്, മോരുകറി, ഓട്സ്. ഇതാണ് ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.